ലോകത്തിലെ ഏറ്റവും വലിയ അക്വേറിയങ്ങളിൽ ഒന്ന് ദുബായ് മാളിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ സ്ഥിതി ചെയ്യുന്ന ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂവിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. സ്രാവുകൾ, തിരണ്ടി, പെൻഗിനുകൾ എന്നിവയുൾപ്പെടെ 140-ലധികം ഇനങ്ങൾ, 1000-ലധികം ജലജീവികൾ ഇവിടെ പാർക്കുന്നു. കണ്ടുവരാം ദുബായ് അക്വേറിയത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതെന്ന് വിശ്വസിക്കുന്നു. കാരണം പുറത്ത് തന്നെ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് വളരെയധികം ആകാംക്ഷയാണ്. ദെൻ നമുക്ക് അകത്ത് എന്താണെന്നുള്ളത് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാം. ഒരു ടണലിൻ്റെ അകത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മത്സ്യങ്ങളെയും കാണാൻ പറ്റും. ഒരു ജയൻറ്റ് ഷാർക്കാണ് ഈ പോകുന്നത്. അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. ടിക്കറ്റ് എടുത്തതിന് ശേഷം ആദ്യം കാണുന്ന ടണൽ വഴിയാണ് അക്വേറിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കേണ്ടത്. ഏകദേശം 48 മീറ്റർ നീളമുള്ള ഈ വാക്ക് ത്രൂ ടണൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. $10 മില്യൺ ലിറ്റർ കപ്പാസിറ്റിയാണ് ഈ ഒരു അക്വേറിയം ടാങ്കിനുള്ളത്. മാൾ സന്ദർശിക്കുന്നവർക്ക് തികച്ചും ഫ്രീ ആയി ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും അക്വേറിയത്തിൻ്റെ ചില ഭാഗങ്ങൾ കാണാൻ കഴിയുന്നതാണ്. അക്വേറിയം, അണ്ടർ വാട്ടർ സൂ എന്നിവയ്ക്ക് പുറമെ ബുർജ് ഖലീഫയുടെ 124, 125 നിലകൾ കാണാനുള്ള ഒരു ടിക്കറ്റാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ബുർജ് ഖലീഫയുടെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനുവേണ്ടി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതാണ്. ഈ ഒരു അക്വേറിയത്തിനുള്ളിൽ ഏകദേശം വലുതും ചെറുതുമായ 300-ലധികം സ്രാവുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അണ്ടർ വാട്ടർ സൂ ആണ്. അത് ലെവൽ 2-ലാണ്. ലെവൽ 2-ലേക്ക് നമുക്ക് പോകാം. ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ ഡിജിറ്റൽ ഡിസ്പ്ലേയിലൂടെ സ്രാവുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയും. നോക്കാം. സൈറ്റ് ആൻഡ് ഹിയറിംഗ്, സ്മെൽ, ഇലക്ട്രോ നോയ്സ്, വൈബ്രേഷൻസ് ഉണ്ട്. നമ്മളിതിൽ ഓരോന്നായിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഷാർക്കിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. റെയിൻ ഫോറസ്റ്റ്, റോക്കി ഷോർ, ലിവിംഗ് ഓഷൻ എന്നിങ്ങനെ 3 തരത്തിലായാണ് അണ്ടർ വാട്ടർ സൂവിനെ ക്രമീകരിച്ചിരിക്കുന്നത്. പല വലിപ്പത്തിലുള്ള ടാങ്കുകളിലായി ചെറുതും വലുതും വളരെ ഭംഗിയുള്ളതുമായ പലതരത്തിലുള്ള മത്സ്യങ്ങളെ നമുക്കിവിടെ കാണാൻ കഴിയും. കൗതുകം തോന്നിപ്പിക്കുന്ന കുഞ്ഞൻ നീർനായ മുതൽ പിരാന, ലയൺ ഫിഷ്, കടൽ കുതിരകൾ തുടങ്ങി 40-ലധികം ജലജീവികൾ ഈ ഒരു അക്വേറിയത്തിലുണ്ട്.
ഇനി നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് വളരെയധികം അത്ഭുതം തോന്നിയൊരു മത്സ്യം തന്നെയാണ്. നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുള്ള സ്കെൽട്ടൻ വരെ നമുക്ക് കാണാൻ പറ്റും. 2 കൊമ്പുകൾ മുന്നോട്ട് കൂർത്തിരിക്കുന്നതായിട്ട് കാണാം. ഒരേ ദിശയിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്, ഒരു കൂട്ടമായിട്ട് നിൽക്കുകയാണ്. ഭയങ്കര ഒരു ഒറിജിനാലിറ്റിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് കാണുമ്പോൾ. ആർട്ടിഫിഷ്യലായിട്ട് അവർ സെറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഏറ്റവും മേജറായിട്ടുള്ള അട്രാക്ഷനാണ്. നമുക്ക് അതിലോട്ട് വരാം. കണ്ടല്ലോ, ക്രൊക്കഡൈൽ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ തന്നെയാണ്. 5 മീറ്ററിലധികം നീളമുള്ള ഓസ്ട്രേലിയൻ സോൾട്ട് വാട്ടർ ഇനത്തിൽപ്പെടുന്ന ഒരു ക്രൊക്കഡൈലാണിത്. സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയ്ക്ക് സമാനമായി ചുറ്റും പക്ഷികളെയും മീനുകളെയും നമുക്കിതിൽ കാണാൻ കഴിയും. എയർ ക്വാളിറ്റി, ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ എന്നിവ നിരന്തരം നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അക്വേറിയത്തിൻ്റെ കാണാക്കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു യാത്രാ വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക,